നമസ്കാരം. ഇന്ന് മില്ലറ്റ് റൈസ് വെച്ചിട്ട് എങ്ങനെയാണ് ലെമൺ റൈസ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഷെയർ ചെയ്യുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മില്ലറ്റിൻ്റെ ചോറാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിരുന്നു. റെസിപ്പിയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതേ രീതിയിൽ തന്നെ ചോറ് തയ്യാറാക്കി എടുക്കുക. അത് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ഈ ലെമൺ റൈസ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഏത് മില്ലറ്റിൻ്റെ ചോറും നമുക്ക് ഈ ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഫോക്സ്റ്റൈൽ മില്ലറ്റ് അല്ലെങ്കിൽ തിനയുടെ ചോറാണ്. ഇപ്പോൾ 1 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഇനി ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ഉഴുന്നും പരിപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പാണ് ഞാൻ ചേർക്കുന്നത്. ഉഴുന്ന് ചേർത്തതിന് ശേഷം ഇതിലേക്ക് കടലപ്പരിപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അതും 1 ടീസ്പൂണാണ് ചേർത്തത്. ഒരു 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഉഴുന്നും കടലപ്പരിപ്പും ചെറിയൊരു ബ്രൗൺ നിറാവുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് പച്ചമുളക് കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് കപ്പലണ്ടിയാണ്. അപ്പോൾ ഒരു 10 കപ്പലണ്ടിയും ഒരു 5-6 അണ്ടിപ്പരിപ്പും ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും നന്നായി ആയി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണാണ് ഞാൻ ചേർത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് നാരങ്ങനീരാണ്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ നാരങ്ങനീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മാറ്റി വെച്ചിരുന്ന മില്ലറ്റ് റൈസ് ചേർത്ത് കൊടുക്കാം. മില്ലറ്റ് റൈസ് കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മില്ലറ്റ് റൈസിൽ ആ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മില്ലറ്റിൻ്റെ ചോറ് ഉണ്ടാക്കുമ്പോൾ അധികം കുഴഞ്ഞു പോവാതെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ലെമൺ റൈസ് ഉണ്ടാക്കുമ്പോൾ വല്ലാതെ കുഴഞ്ഞു പോവാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതാകെ കുഴഞ്ഞു പോയി നമുക്ക് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കുഴഞ്ഞു പോവാതിരിക്കാൻ ഞാൻ കാണിച്ച മെത്തേഡിൽ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് അധികം കുഴയാതെ തന്നെ കിട്ടും. ഇനി ഇത് നന്നായിട്ട് ആയി കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ മില്ലറ്റിൻ്റെ റൈസിൽ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കയ്യിൽ വെച്ചിട്ട് തന്നെ. ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഈ റൈസ് ഉണ്ടാക്കാനായിട്ട് ഇത് മില്ലറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുത്താൽ മതി. തിനയ്ക്കൊരു ചെറിയ കയ്പ്പരസം നമുക്ക് കഴിക്കുമ്പോൾ തോന്നാറുണ്ട്. അത് തിനയ്ക്ക് അങ്ങനെ തന്നെയാണ്, ഒരു ബിറ്റർ ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ അതുപോലെ ഓരോ മില്ലറ്റിനും ഓരോ ടേസ്റ്റാണ്. എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. ഇനി ഇതുപോലുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. നന്ദി, നമസ്കാരം.